പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും ധ്യാനിച്ച് അത് സ്വന്തമാക്കിയെടുത്ത് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഒക്കെ കൃപയിലും ജീവന്റെ സമൃദ്ധിയിലും അതിലൂടെ യഥാർത്ഥ രക്ഷയിലേക്കും ആനയിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ദൈവകൃപയിൽ നിറച്ചെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ മാതൃകയിലും ഒക്കെ നമ്മൾ വലിയ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു വലിയൊരു ചിന്തയാണ്, നമുക്ക് ചില അടിമത്തത്തിൽ നിന്ന്, പൈശാചിക പീഡയിൽ നിന്ന്, ചില നാശത്തിൽ നിന്ന്, വിഷകരമായ അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് മോചനം വേണ്ട ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പാപത്തിന്റെ, ശാപത്തിന്റെ, മരണത്തിന്റെ, കടങ്ങളുടെ, പൈശാചിക അധികാരങ്ങളുടെ ആധിപത്യങ്ങള്, അധികാരങ്ങള് അതിശക്തമായിട്ടൊക്കെ നാം അനുഭവിക്കേണ്ടി വരുമ്പോ അത് തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, സാമ്പത്തിക മേഖലകള്, പഠന മേഖലകള്, ജോലി മേഖലകള്, മക്കളുടെ സ്വഭാവം, കുടുംബത്തിന്റെ സമാധാനം, സ്വസ്ഥത, ഇതെല്ലാം അതിശക്തമായിട്ട് സ്വാധീനിക്കപ്പെടുന്നു, കെട്ടപ്പെടുന്നു, ബന്ധിക്കപ്പെടുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മോചനം ലഭിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശുവിലൂടെയാണ്. ഈശോ നമുക്ക് വേണ്ടി അർപ്പിച്ച കുരിശിലെ പാപ പരിഹാര ബലിയിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം, കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികളും ആ രഹസ്യങ്ങളെ നമ്മൾ അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി എടുക്കുന്ന വലിയൊരു അഭിഷേക ശുശ്രൂഷയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു വരിക. പ്രിയപ്പെട്ട മക്കളെ, യോഹന്നാൻ 1:29 ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്നാപ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന്റെ നാശത്തിന്റെ കാരണം അവന്റെ പാപമാണ്. അവൻ ചെയ്തു പോയ പാപങ്ങള്, അകൃത്യങ്ങള്, തിന്മകള്, അതിലൂടെ കടന്നു വന്ന ശാപങ്ങള്, നമ്മൾ പലവട്ടം ധ്യാനിച്ച കാര്യമാണ്. മരണം, ആധിപത്യം, കടങ്ങൾ, ഇതെല്ലാം ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി വീട്ടാൻ വേണ്ടി ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈശോ അവതരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് എന്താണ്? കുഞ്ഞാട് രക്തം ചിന്തി പാപത്തിന് പരിഹാരം ചെയ്യുന്ന ബലി മൃഗമായിട്ട് ഈശോ ഇതാ നമുക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കുരിശിനെ കുറിച്ചും ക്രൂശിതനെ കുറിച്ചും ഒക്കെ ശരിക്കും ധ്യാനിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം തിരുവചനങ്ങൾ നമ്മൾ ശരിക്കും ധ്യാനിക്കണം. കർത്താവ് പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈശോ തന്നെ കുരിശുമാനത്തെ കുറിച്ച് പറയാം. മനുഷ്യ മക്കൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി, രക്ഷ പ്രാപിക്കാൻ വേണ്ടി കർത്താവ് പറയാ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത്? സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം പാപം ചെയ്തു.
ദൈവത്തിനെതിരെ പിറുപിറുത്തു, മോശയ്ക്കെതിരെ വെല്ലുവിളിച്ചു. ദൈവം ആ പാപത്തിന്റെ അനുസരണക്കേടിന്റെ അവിശ്വസ്തതയുടെ ഫലമായിട്ട് അവരെ ശിക്ഷിക്കാൻ വേണ്ടി ആഗ്നേയ സർപ്പങ്ങളേക്കാണ്. ഈ സർപ്പം ഈ ഇസ്രായേൽ ജനത്തെ ദംശിക്കുന്നു. അനേകം മക്കള് വിഷം ഏറ്റ് ഇതാ മരിച്ചു വീഴുകയാണ്. ഈ സമയത്ത് ജനം മോശയുടെ അടുത്ത് വന്ന് എണ്ണിപ്പിറക്കി കരയുക, നിലവിളിക്കുക, മാപ്പ് ചോദിക്കുക, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ഈ മോശ ഈ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയില് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോ ദൈവം പറഞ്ഞു, നീ ഒരു ദണ്ടുണ്ടാക്കി ഒരു സർപ്പത്തിന്റെ രൂപം പിച്ചള കൊണ്ട് പണിത് അത് ഉയർത്തുക. ആ ഉയർത്തപ്പെട്ട ആ വടിയില് നാട്ടപ്പെട്ടിരിക്കുന്ന ആ സർപ്പത്തെ വിഷദംശനം ഏൽക്കുന്ന മക്കൾ നോക്കണം. അങ്ങനെ നോക്കിയാൽ ആ വിഷം ഇറങ്ങിപ്പോവും, അവർ മരിക്കാതെ രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈശോ തന്നെ പറയാണ്, മോശ ഈ ജനം പാപം ചെയ്ത് വിഷമേറ്റ് പാപത്തിന് അനന്തരഫലമായ ശിക്ഷയേറ്റ് അതിന്റെ വിഷമേറ്റ് മരിക്കാൻ കിടക്കുമ്പോ ഈ ഉയർത്തപ്പെട്ട സർപ്പത്തെ നോക്കിയതുപോലെ പറയാം, മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ വിഷം നമുക്കുണ്ട്, പാപത്തിന്റെ ശാപങ്ങള്, പാപത്തിന്റെ അനന്തര ഫലങ്ങള്, അതിന്റെ കെട്ടുകള്, അതിന്റെ കടങ്ങള്, അതിലൂടെ പിശാച് ലഭിച്ച നിയമപരമായ അവകാശങ്ങള് അവൻ കൊല്ലുന്നു, നശിപ്പിക്കുന്നു, ഇല്ലാതാക്കുന്നു. അങ്ങനെ വിഷമേറ്റ് കൊല്ലപ്പെടുന്ന, മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന അവസ്ഥയില് ഈശോ പറയാണ്, ഈ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനിലേക്ക്, ഉയർത്തപ്പെട്ട ആ യേശുവിലേക്ക് ഈ മരണത്തിന് അടിമപ്പെട്ട് നാശിച്ചുകൊണ്ടിരിക്കുന്ന ജനം നോക്കിയാൽ, ഈശോയെ നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിൽ നിന്ന്, ഈ നാശത്തിൽ നിന്ന്, ഈ ശാപത്തിൽ നിന്ന്, ഈ പൈശാചിക പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്ന വലിയ രക്ഷാകര പ്രവൃത്തി ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ചെയ്തിട്ട് ആ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഈശോ പറയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇനി ചിന്തിക്കുക, എന്താണ് ഈശോ പറഞ്ഞത്? മനുഷ്യന് രക്ഷപ്പെടാൻ വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന മാനവകുലത്തിന് രക്ഷപ്പെടാൻ വേണ്ടി മോശ സർപ്പത്തെ ഉയർത്തി, ജനം ആ സർപ്പത്തെ നോക്കിയതുപോലെ ഉയർത്തപ്പെട്ട കുരിശാകുന്ന ദണ്ടിൽ ഉയർത്തപ്പെട്ട യേശുവിനെ നോക്കിയാൽ ഈ നശിക്കുന്ന ജനം, മരിക്കുന്ന ജനം മരിക്കാതെ, നശിക്കാതെ രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈശോ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലും മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അവിടെ 12-ാം അധ്യായത്തില് ഈ ലോകത്തിന്റെ അധികാരി പിഴുതെറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് പറയാ, മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ആരെ ലോകത്തിന്റെ അധികാരി? പാപത്തിലൂടെ പിശാചിന് അധികാരം കിട്ടി. ഈശോയുടെ മുമ്പിൽ വന്ന് സാത്താൻ പറഞ്ഞില്ലേ, ആ മരുഭൂമിയിലെ 2ാമത്തെ പരീക്ഷയില് ഈ ഭൂമിയും അതിന്റെ സമ്പത്തും അതിന്റെ സർവമഹത്വവും കാണിച്ചു കൊടുത്തു ഈശോയ്ക്ക്. എന്നിട്ട് പിശാച് പറയാ, ഇതിന്റെ എല്ലാം അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ പാപത്തിലൂടെ, അകൃത്യത്തിലൂടെ അവന്റെ മേലും, അവന്റെ കുടുംബത്തിന്റെ മേലും, അവന്റെ മക്കളുടെ മേലും, സമ്പത്തിന്റെ മേലും ഈ അധികാരം കിട്ടിയ പിശാച്, അങ്ങനെ ലോകത്തിന്റെ അധികാരിയായി മാറിപ്പോയ പിശാച് പുറന്തള്ളപ്പെടാൻ പറയാ, മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എന്തിനാ ഈശോ ഉയർത്തപ്പെട്ടെ? നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഒത്തിരി വട്ടം ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സത്യം പ്രിയപ്പെട്ട മക്കളെ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. ഈശോ എന്താ ചെയ്ത കുരിശിൽ? 1 പത്രോസ് 2:24, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. നമ്മൾ ജീവിക്കാൻ വേണ്ടി, നമ്മൾ മരിക്കാൻ കാരണമായ പാപത്തെ ഈശോ ഏറ്റെടുത്തുകൊണ്ട് കുരിശിലേക്ക് കയറി. വീണ്ടും ഗലാത്യർ 3:10 വായിക്കുന്നുണ്ട്, നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നവ അനുസരിക്കാതെയും പാലിക്കാതെയും ഇരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ മോചിപ്പിച്ചു. എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്.
ശാപം നീക്കാൻ വേണ്ടി അവൻ ശപിക്കപ്പെട്ടവനെ പോലെ മരത്തിൽ തൂക്കപ്പെട്ടു, കുരിശിലേക്ക് കയറി. വീണ്ടും നമ്മള് കാണുന്നുണ്ട് ഒത്തിരിയേറെ ഇടങ്ങളില് ശാപം നീക്കിയ കർത്താവിന്റെ പ്രവൃത്തി, മരണത്തെ പരാജയപ്പെടുത്തി. വീണ്ടും ഹെബ്രായർ 2:15 പറയാ, തന്റെ മരണത്താൽ മരണത്തിന്റെ മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ മരണഭയത്തിന്റെ അടിമത്വത്തിൽ കഴിയേണ്ടി ഇരുന്നവരെ അവൻ മോചിപ്പിച്ചു ഈ കുരിശിൽ. വീണ്ടും കുരിശിൽ കടന്നുകൊണ്ട് ഈശോ പറഞ്ഞ, മക്കളെ എല്ലാം പൂർത്തിയായിരിക്കുന്നു. പാപം നീക്കപ്പെട്ടു, ശാപം നീക്കപ്പെട്ടു, കടങ്ങൾ വീട്ടപ്പെട്ടു, പിശാചിന്റെ അധികാരം അവസാനിപ്പിക്കപ്പെട്ടു ഈ കുരിശിൽ. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശിൽ തൂക്കപ്പെട്ട കർത്താവ് ഈ കുരിശിലെ മരണത്തിലൂടെ പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ എല്ലാം വീട്ടി. അതോടൊപ്പം തന്നെ ഇതിലൂടെയൊക്കെ പിശാചിന് ലഭിച്ച അധികാരം, ആധിപത്യം അവസാനിപ്പിച്ചു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ഈ കുരിശു മരണം, ഈശോ പറയാം, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഈ ഉയർത്തപ്പെട്ട, ഈ നാട്ടപ്പെട്ട കുരിശിൽ ഉയർത്തപ്പെട്ട, തറയ്ക്കപ്പെട്ട, തൂക്കപ്പെട്ട ഈ പിച്ചള സർപ്പത്തെ നോക്കിയതുപോലെ ഈ ഉയർത്തപ്പെട്ട കർത്താവിനെ, ഈ കർത്താവിനെ നോക്കണം. ഇന്ന് നമ്മൾ കാണുന്ന വലിയ മേഖലയാണ്. പിശാചിന്റെ ശക്തി ഏറുന്നു, പാപത്തിന്റെ വേദനമായ മരണത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അതിനനന്തര ഫലങ്ങള്, നാശങ്ങള്, അനുസരണക്കേട്, തകർച്ചകള്, പൈശാചിക പീഡകള്, അടിമത്തുകള്, ബലമില്ലാത്ത അവസ്ഥകള്, അങ്ങനെ പിശാചിന്റെ ആധിപത്യത്തില് നശിച്ച് തകർന്ന് പോകുമ്പോ ഇന്ന് ഞാൻ ചിന്തിച്ച വിഷയം ഇതാണ്: എന്തുകൊണ്ട് കർത്താവ് കുരിശിൽ ഇതുപോലെ മരിച്ചിട്ടും, കർത്താവ് ഉയർത്തപ്പെട്ടിട്ടും നമ്മൾ വീണ്ടും മരിച്ചുകൊണ്ടിരിക്കുന്നു? അതിന് വലിയൊരു കാരണമാണ് മക്കളെ, ക്രൂശിതനില്ലാത്ത കുരിശ്. ഇന്ന് പല ഇടങ്ങളിലും പല സ്ഥലങ്ങളിലും കർത്താവിന് ക്രൂശിത രൂപത്തിന്റെ സാന്നിധ്യമുണ്ട്. അത് നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളുണ്ട്. ഇന്ന് ആ കുരിശ് ഉയർത്തേണ്ട, ഈ തൂങ്ങപ്പെട്ട, ഇവന്റെ ഉയർത്തപ്പെട്ട ലോകത്തിന്റെ പാപങ്ങൾ നീക്കപ്പെടുന്ന കുഞ്ഞാടിന്റെ ആ തിരുശരീരം ഉയർത്തപ്പെട്ട ആ തൂങ്ങപ്പെട്ട കുരിശുരൂപം അത് ഉയർത്തണം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കുരിശ് ഉയർത്തി കുരിശന്റെ ശക്തിയിലേക്ക് നോക്കിയാൽ, ഈ ക്രൂശിതനിലേക്ക് നോക്കിയാൽ ഇവിടെ പാപം നീക്കപ്പെടും, ശാപം നീക്കപ്പെടും, മരണം പരാജയപ്പെടും, കടങ്ങൾ വീട്ടപ്പെടും, സാത്താൻ ആധിപത്യങ്ങൾ ഇവിടെ അവസാനിക്കും. കുരിശന്റെ ശക്തി അതാ. പാപം നീക്കപ്പെട്ട സ്ഥലം കുരിശ്, ശാപം നീക്കപ്പെട്ട സ്ഥലം കുരിശ്, മരണം പരാജയപ്പെട്ട സ്ഥലം കുരിശ്. സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടതും ഈ കുരിശിന്റെ ചുവട്ടിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രൂശിത രൂപത്തിന്, കുരിശിന്റെ മരണത്തിന് വലിയ സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ നശിച്ചു പോകാതെ രക്ഷപ്പെടണോ? ഈ ക്രൂശിതനിലേക്ക് നോക്കണം, കുരിശിലേക്ക് നോക്കണം. അതുകൊണ്ട് നമ്മൾ പള്ളിയിലൊക്കെ വന്ന് കയറുമ്പോ നമ്മൾ അൽത്താരയുടെ മധ്യേ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം കാണുമ്പോ ആ കർത്താവിന്റെ ബലിയെ നമ്മൾ ഓർക്കുകയാണ്. എനിക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ച ബലി, പാപം നീക്കി, ശാപം നീക്കി, മരണം നീക്കി, കടങ്ങൾ വീട്ടി, സാത്താനെ പരാജയപ്പെടുത്തി ഉയർത്തപ്പെട്ട്, ഞാൻ ജീവിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട്, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന കർത്താവിനെ നോക്കുമ്പോ ജീവനിലേക്ക്, സൗഖ്യത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്നുവരും. മാത്രമല്ല, ഈ കുരിശിന്റെ ശക്തിയാൽ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ നീക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുരിശ് നാട്ടി, കുരിശുയർത്തി, ക്രൂശിതനെ നോക്കി ഇന്ന് നമ്മൾ അതിശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുടെ കടന്നു പോകുമ്പോ 1 കൊരിന്തോസ് 2:2 നാം വായിക്കുന്നുണ്ട്. എന്താണ് പൗലോസ് പറയാം? നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോഴൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ, കുരിശിന്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോ പൗലോസ് പറയാ, ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ക്രൂശിതൻ, കുരിശുമരണം, ഉയർത്തപ്പെട്ടവൻ, അവനെ നോക്കണം. അവിടെ രക്ഷ. അങ്ങനെ പാട്ട് പാടില്ലോ, കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശെ നമിച്ചിടുന്നു. അപ്പൊ ഞാൻ ഓർക്കും, കുരിശല്ലല്ലോ രക്ഷ, ക്രൂശിതനിലല്ലേ രക്ഷ? കർത്താവല്ലേ രക്ഷിച്ച്, ആ കുരിശല്ല രക്ഷ, ക്രൂശിതനിലാണ് രക്ഷ. പക്ഷെ അതിന്റെ വീണ്ടും ലൈനിലിങ്ങനെ പാടുന്നുണ്ട്, നാഥനില്ല കുരിശിൽ അർത്ഥമില്ലല്ലോ, ജീവിതമോ ശൂന്യമല്ലോ. ആ പാട്ട് പറയാണ്, നാഥനില്ല കുരിശിൻ അർത്ഥമില്ലല്ലോ,
ജീവിതമോ ശൂന്യമല്ലോ. അതെ, നാഥനില്ലാത്ത കുരിശിന് അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, കുരിശാണ് രക്ഷ. കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ട രക്ഷാകര പ്രവൃത്തി പൂർത്തീകരിച്ച യേശുവിലൂടെയാണ് രക്ഷ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈ പൗലോസ് പല സ്ഥലത്തും തിമോത്തിയോസിനോടും തീത്തോസിനോടും ഒക്കെ പറയുന്നത്, നിങ്ങൾ വ്യർത്ഥമായ കാര്യങ്ങളെ ചൊല്ലി തർക്കിക്കരുത്. നിഷ്പ്രയോജനമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് അത് ഇത്, ആ നിയമം, ആ പാരമ്പര്യം, ആ വംശാവലി, അല്ലെങ്കിൽ ഇത് പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പുള്ള അപ്പം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തർക്കിക്കരുത്. വാദപ്രതിവാദം നടത്തരുത്. നിങ്ങൾ ക്രൂശിതനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. അവനെ മാത്രം ശ്രദ്ധിക്ക്, അവനെ നോക്ക്. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ സഭ, ഇന്ന് ലോകം മുഴുവനും പാപത്തിന്റെ ശക്തി പേറി, പിശാചിന്റെ ശക്തി പേറി, നശിച്ച് വിഷമേറ്റ് മരിച്ച് ഈ നശിച്ചടങ്ങി ഒടുങ്ങിക്കൊണ്ടിരിക്കുമ്പോ മരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് കർത്താവ് എന്താ പറഞ്ഞ്? മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, അവനെ നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 3:14-15 ശരിക്കും നമ്മൾ ധ്യാനിക്കണം. പറയാ, നിത്യജീവൻ ഉണ്ടാകേണ്ടതിന്, ജീവൻ ഉണ്ടാകേണ്ടതിന്, രക്ഷ പ്രാപിക്കേണ്ടതിന് മനുഷ്യപുത്രൻ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് പറയുമ്പോ ഉയർത്തപ്പെട്ട കർത്താവിനെ നോക്കണ്ടേ മക്കളെ? നോക്കണം. അതിന് ഈ ക്രൂശിതനുണ്ടാകണം. ഞാൻ ഓർക്കാണ്, പഴയ നിയമത്തില് നമ്മള് പാപപരിഹാരത്തിന് വേണ്ടി ഒത്തിരി ആടുകളെയും കാളകളെയും കൊന്ന് രക്തം ചിന്തിയുള്ള ബലിയർപ്പണം നമ്മൾ കാണാം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ എബ്രായർ 9:22 പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. എന്നാൽ യേശുവിന്റെ കുരിശിലെ രക്താർപ്പിത ബലി അർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ പാപ പരിഹാര മേഖലയില്, അല്ലെങ്കിൽ പാപപരിഹാര ശുശ്രൂഷയില് ഒരു കാളയെയോ ആടിനെയോ രക്തം ചിന്തിയുള്ള ബലിയർപ്പണമില്ല. കാരണം എന്താ? ഏകബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു, രക്താർപ്പിത ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ലോകാവസാനം വരെ അർപ്പിക്കപ്പെടുന്ന ഏകബലി, രക്തചിന്തയുള്ള ബലി, രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന നിയമത്തിന് അധീനനായി അവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ബലി ഇന്നും ജീവിക്കുന്ന കർത്താവിന്റെ ബലിയാ. ആ ബലി അവസാനിച്ചിട്ടില്ല, അവസാനം വരെ. അതുകൊണ്ടല്ലേ മക്കളെ, ഇന്നും അനേക വിശുദ്ധ കുർബാനകളില് യൂക്കറിസ്റ്റിക് മിറക്കിൾസിലൂടെ, ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെ യേശുവിന്റെ തിരുശരീരവും തിരുരക്തവും അവിടുത്തെ മാംസവും രക്തവുമായിട്ട് മാറ്റിക്കൊണ്ട് ഈ സത്യത്തെ സ്വർഗം വെളിപ്പെടുത്തിക്കൊണ്ട് സഭ അംഗീകരിച്ച നൂറുകണക്കിന് ദിവ്യകാന അത്ഭുതങ്ങൾ ഇതിനെ വിളിച്ചോതുക, പ്രഘോഷിക്കുക. ഉയർത്തപ്പെട്ട കർത്താവിന്റെ കുരിശുമരണത്തിന്റെ ശക്തി. അതുകൊണ്ടല്ലേ നമ്മള് വിശുദ്ധ കുർബാനയ്ക്ക് പറയുന്നത്, നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ അവിടുന്ന് നിയമത്തിന് വിധേയനാവുകയും നമ്മുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം ഇതാണ് മക്കളെ, രക്ഷയുടെ സ്മാരകം. എന്ത്? നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനായി കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവിന്റെ കുരിശ് മരണമാണ് മക്കളെ രക്ഷാകരമായ രഹസ്യം. അത് നമ്മൾ അർപ്പിക്കുന്നത് ഓരോ വിശുദ്ധ കുർബാനയിലും. രക്താർപ്പിത ബലി, വീണ്ടും ഇതെന്റെ ശരീരമാകുന്നു, ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ് യേശു തന്റെ തിരുശരീരവും തിരുരക്തവും കീറി മുറിച്ച് ഒഴുക്കിത്തരുന്ന ഈ ബലിയാണ് മക്കളെ രക്ഷ. ഇന്ന് അതിന് വിരുദ്ധമായിട്ടെന്ന പോലെ പല പല പഠിപ്പിക്കലുകളും പല പല ന്യായങ്ങളും ഒക്കെ പറയുമ്പോ പൗലോസ്ലീഹായെ ഞാൻ ഓർക്കുകയാ. വേണ്ടാത്ത വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി അതിന്റെ പേരിലെ ഭിന്നതയും വഴക്കുമുണ്ടാക്കി സംശയങ്ങൾ ജനിപ്പിച്ച് ഉയർത്തപ്പെട്ട ഈ ക്രൂശിതനെ നോക്കാതെ വേറെ പലതും കൊണ്ട് നിറയപ്പെടുമ്പോ ഞാൻ ഓർക്ക, ഇന്ന് എന്തുകൊണ്ടാ ഇത്രമാത്രം അകൃത്യമേറുന്നത്? ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ആരാധനയ്ക്ക് ഇരിക്കുമ്പോ ഈ വചനം ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരും. അതുകൊണ്ട് മക്കളെ, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ ജീവിതങ്ങളില് ഈ ഒരു ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കണം. ഇന്ന കുർബാനയുടെ പേരിൽ പോലും ഈ ഭിന്നതയും വഴക്കുണ്ടാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഇതിന്റെ ചൈതന്യമല്ലേ നഷ്ടപ്പെട്ടു പോണേ? ഈ വേദനയുടെ അനേക മക്കള് കുർബാനയ്ക്ക് പോക്ക് നിർത്തി.
കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വളരെ വേദനയോടെ ഭയങ്കര പേടിച്ചും വിറച്ചും ഒരു ഡിപ്രഷനിലേക്ക് പോണ അവസ്ഥയിലേക്ക് വന്നപ്പോ ആ പയ്യനോട് ചോദിച്ചു, മോനെ കുമ്പസാരിച്ചിട്ട് കുർബാന സ്വീകരിച്ച് എത്ര നാളുകളായി? ഇവിടെ ഇന്ന് അനേകം മക്കൾക്ക് കുമ്പസാരമോ വിശുദ്ധ കുർബാനയോ ഇല്ല, പേരിന് പോലും പള്ളി പോണില്ല. ഈ ക്രൂശത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് ഒരു പൈശാചികത ഇന്ന് നമ്മുടെ സഭയിലെ വിശ്വാസത്തിൽ കടന്നു വന്നിരിക്കുന്നു. ആരോട് പറയും? ആര് കണക്ക് പറയും? ഈ കർത്താവിലേക്ക് നോക്കാൻ വേണ്ടി സഭാ മക്കളെ ഒരുക്കേണ്ട ഒത്തിരിയേറെ നമ്മുടെ എല്ലാവരും, ഞാൻ ആരെന്നൊക്കെ പറയുന്നില്ല, ജനത്തെ സഭാ മക്കളെ ലോകം മുഴുവനിലേക്കും ഉയർത്തപ്പെട്ടിരിക്കുന്ന വിശു പറഞ്ഞു, ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അവനിലേക്ക് നോക്കാനും മരിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാനും അവനെ നോക്ക് അവനെ നോക്ക് അവനെ നോക്കെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവനിലേക്ക് അടുപ്പിക്കേണ്ട നമ്മുടെ വൈദികരും നമ്മുടെ നേതൃത്വവും ഒക്കെ, നമ്മുടെ സന്യാസ ജീവിതവും നമ്മുടെ അധികാരികളും കുടുംബങ്ങളൊക്കെ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അവനെ നോക്കാതെ രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. അവനെ നോക്കാൻ വേണ്ടി പരിശീലിപ്പിക്കാതെ അവനിൽ നിന്ന് അകറ്റിക്കളഞ്ഞാൽ പിശാച് കൊന്ന് നശിപ്പിച്ച് അനേകം മക്കൾ നശിച്ചടങ്ങുന്നു. രോഗത്തില്, തകർച്ചയില്, പാപത്തില്, മ്ലേച്ഛതയില്, അശുദ്ധിയില് എല്ലാം അടങ്ങി ഒടുങ്ങി നശിച്ചു മരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തു നോക്ക്. അവൻ ഉയർത്തപ്പെട്ടിട്ടും അവനെ നോക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ തൂങ്ങപ്പെട്ട ക്രൂശിത രൂപം മക്കളെ, ഇത് രക്ഷാകരമാണ്. ഈ കുരിശിലേക്ക് നോക്കണം. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവന്റെ ജീവന്റെ സമൃദ്ധി, അവന്റെ രക്ഷാകര പ്രവൃത്തി, അവൻ ചെയ്ത കുരിശിലെ പ്രവൃത്തി, ഇതെല്ലാം ധ്യാനിച്ച് പാപത്തെ നീക്കി, ശാപത്തെ നീക്കി, മരണത്തെ പരാജയപ്പെടുത്തി, എല്ലാം പൂർത്തിയാക്കി, കടങ്ങൾ വീട്ടി, ഇതാ സാത്താന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ ഈ ക്രൂശിതനെ, ലോകാവസാനം വരെ അർപ്പിക്കപ്പെടുന്ന ഏക ബലിയായ ഈ ക്രൂശിതനെ നോക്കി അവനെ സ്വന്തമാക്കി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് അവനെ സ്വന്തമാക്കി ജീവിച്ചാൽ, ഞാൻ പറയും മക്കളെ, നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ മക്കള്, നമ്മുടെ തലമുറ, നമ്മുടെ പൗരോഹിത്യം, നമ്മുടെ അധികാര മേഖല, നമ്മുടെ സഭാ സംവിധാനങ്ങള് അനുഗ്രഹിക്കും. വളരെ വേദനയോടെ അച്ഛനെ പറയുന്നത്, നമുക്ക് കർത്താവ് എല്ലാം തന്നു, എന്നിട്ടും ഈ കർത്താവിനെ നോക്കാന്ന് പറഞ്ഞാൽ കർത്താവ് കുരിശിൽ അർപ്പിച്ച ബലിയും അതിനുവേണ്ടി മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് ക്ഷമ ചോദിച്ച് കരുണ കാണിച്ച് കർത്താവിന്റെ ഈ കുരിശിലെ മരണം സ്വന്തമാക്കി അവനെ നോക്കി അവനെ സ്വീകരിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളൊക്കെ സഭയുമൊക്കെ എവിടെ ചെന്നേന്. മാത്രമല്ല, അങ്ങനെ ജീവിച്ചാൽ സഭ ലോകത്തിന്റെ പ്രകാശമായിട്ട് മാറും. ഇന്ന് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കത്തോലിക്ക തിരുസഭയെ, ക്രൈസ്തവ മക്കളെ കർത്താവ് ഉയർത്തി. എന്തിനാ? ഈ ക്രൂശിതനിലേക്ക് നോക്കാൻ. എന്നാൽ വിളിക്കപ്പെട്ടവര് നോക്കണമില്ല, മറ്റുള്ളവർ നോക്കാനായിട്ട് അനുവദിക്കുന്നുമില്ല. ആ രീതിയിൽ ക്രൂശിതനെ മാറ്റിക്കൊണ്ട്, ക്രൂശിതന്റെ സാന്നിധ്യം മാറ്റിക്കൊണ്ട്, നമ്മുടെ കുർബാനയെ പോലും അവഹേളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും കർത്താവിന്റെ കുരിശു മരണത്തെ അവഹേളിക്കുന്ന പ്രവൃത്തികളാണെന്ന് സത്യം മറക്കരുത്. അതുകൊണ്ട് ഞാൻ പറയണം മക്കളെ, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളില്, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ ക്രൂശിതനെ ഉയർത്തണം. വിശുദ്ധ ബെനഡിക്ട് പുണ്യവാളന്റെ പ്രത്യേക പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ മെഡലും ഒക്കെയുള്ള ക്രൂശിത രൂപമാണ് വിശുദ്ധ ബെനഡിക്ടിന്റെ കുരിശ്. ഈ കുരിശ് ഉയർത്തിയിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. സാത്താൻ നിന്നെ പിന്നി പോകുക, മായായവ കൊണ്ട് എന്നെ പരീക്ഷിക്കരുത്, നീ എനിക്ക് നൽകുന്നത് വിഷമാണ്, വിഷം, നിന്റെ വിഷം നീ തന്നെ കുടിക്കെന്ന് പറഞ്ഞ് പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് അവന്റെ വിഷം അവനെ കൊണ്ട് തന്നെ കുടിപ്പിച്ച കർത്താവിന് ശക്തമായ രക്ഷാകര പ്രവൃത്തികളെ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച വിശുദ്ധ ബെനഡിക്റ്റിന്റെ ശക്തമായ പ്രാർത്ഥന ഈ മെഡലിൽ ആലേഖനം ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ കുരിശ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ കുരിശെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ക്രൂശിതൻ നോക്കണം. അവിടെ ഇരിക്കുന്ന വളരെ വേദനയോടെ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങള്, ഇന്ന് ലോകത്തിലെല്ലാം പ്രശ്നങ്ങള്, എന്തുകൊണ്ട് പ്രശ്നം ഏറുന്ന വിഷമേറ്റ് നശിച്ച് മരണത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുമ്പോ ഈ ഉയർത്തപ്പെട്ടവനിലേക്ക് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടാകുന്നതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുശേഷം പറയുന്ന 3:16 യോഹന്നാൻ, അവനിൽ വിശ്വസിക്കുന്ന
യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഈ ഏകജാതനിലൂടെയാണ് ആര് നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന, പിതാവ് തന്നിരിക്കുന്നത്. ആ ഏകജാതൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അവൻ പറഞ്ഞു ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവൻ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അവനെ നോക്കണം. അവനില്ലാത്ത കുരിശിൽ അർത്ഥമില്ല. നാഥനില്ലാത്ത കുരിശിൽ അർത്ഥമില്ല. അതുകൊണ്ട് കുരിശുകൾ ഉയർത്തപ്പെടുമ്പോൾ, കുരിശുകൾ നാട്ടപ്പെടുമ്പോൾ, ക്രിസ്തുവുള്ള കുരിശ്, ക്രൂശിതന്റെ സാന്നിധ്യമുള്ള കുരിശ്, അവനെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറത്തള്ളപ്പെടും. ഈ ലോകത്തിന്റെ അധികാരി എന്ന് അതിശക്തമായിട്ട് എല്ലായിടത്തും കയറി അധികാരം സ്ഥാപിച്ച് കളിക്കുമ്പോ അവൻ പുറന്തള്ളപ്പെടാൻ ഒറ്റ വഴിയുള്ള മക്കളെ, ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നോക്കണം. അവൻ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി അതിനാൽ തന്നെ പുറന്തള്ളപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വലിയ ദാഹത്തോടെ ഈ സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കാം. അതിനനുസരിച്ച് എളിമപ്പെടാം. നമുക്ക് മാനസാന്തരപ്പെടാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു തിരിച്ചറിവ് ലഭിക്കാൻ വേണ്ടി എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും സമർപ്പിക്കാം. അവനെ നോക്കണം. ഒരിക്കൽ കൂടി ആ വചനം ഓർക്കണേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന് ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. രക്ഷ പ്രാപിക്കണമെങ്കിൽ അവനിലേക്ക് നോക്കണം. മരിക്കാതിരിക്കണമെങ്കിൽ ആ പിച്ചള സർപ്പത്തെ നോക്കിയ ഇസ്രായേൽ ജനത്തെ പോലെ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കണം, കർത്താവിനെ നോക്കണം. അവൻ മരിക്കത്തില്ല, അവൻ നശിക്കത്തില്ല. അവനിലൂടെ രക്ഷ പ്രാപിക്കും. ഈ ഒരു വലിയ അഭിഷേകം നൽകുന്ന ഈ ക്രൂശിതനെ ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമത്തിലെ ബലി, രക്തം ചിന്തി ആടും കാളയൊക്കെ കൊന്നുള്ള ബലി, അത് പുതിയ നിയമത്തിൽ ഇല്ല. ഈശോയുടെ മരണത്തിലൂടെ അതെല്ലാം അവസാനിച്ചു. കാരണം നിയമം മാറിയില്ല. ഈശോ വന്നതിന് നിയമത്തെ പൂർത്തിയാക്കാന്. ആ നിയമത്തെ പൂർത്തിയാക്കിയോണ്ട് അവൻ തന്നെ രക്തം ചിന്തി. ആ ബലി നമ്മുടെ ഇന്നത്തെ പാപത്തിനും ഇനി വരാനിരിക്കുന്ന തലമുറകളുടെ പാപത്തിനും ചിന്തപ്പെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ബലി ഏക ബലിയാണ്, രക്താർപ്പിത ബലിയാണ്. ലോകാവസാനം വരെ ബലിപീഠങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന യേശുവിന്റെ ബലി രക്തം ചിന്തയുള്ള ബലിയാണ് മക്കളെ. എങ്കിലേ പാപപരിഹാരമുള്ളൂ. നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനായി യേശു അർപ്പിച്ച ഈ ബലി, യേശു ഉയർത്തിയ ഈ കുരിശിലെ തന്റെ ബലി, അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കുക, സ്വന്തമാക്കുക. ലോകം രക്ഷപ്പെടും. ഇന്ന് ഈ ബലിയിൽ നിന്ന് പോലും മനുഷ്യ മക്കൾ അകന്നു പോകുമ്പോ ഓർക്കണം മക്കളെ, നാശത്തിലേക്കാ പോക്ക്, മരണത്തിലേക്കാ പോക്ക്. അതുകൊണ്ട് ഈ അർത്ഥം മനസ്സിലാക്കി നമുക്ക് കർത്താവിലേക്ക് തിരിയാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധ യോസേപ്പ് പിതാവിനോട് ചേർന്ന്, സകല വിശുദ്ധരോട്, മാലാഖമാരോട് ചേർന്ന്, എന്റെ പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഇന്ന് നമുക്ക് നൽകിയ രക്ഷാകരമായ ഈ ദിവ്യ സന്ദേശം നമ്മളും നമ്മുടെ എല്ലാ അധികാരികളും വൈദികരും സഭ മുഴുവനും മനസ്സിലാക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ വ്യർത്ഥമായ വാദപ്രതിവാദികൾപ്പെട്ട് നശിച്ചു പോകാതെ, ഉപകാരമില്ലാത്ത പ്രയോജനരഹിതമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയാതെ ഈ ക്രൂശിതനിലേക്ക് തിരിഞ്ഞ് ക്രൂശിതനെ മാത്രം പ്രഘോഷിക്കുന്ന പൗലോസ്ലീഹായുടെ അടിസ്ഥാനപരമായ സത്യസുവിശേഷം സ്വീകരിക്കുവാൻ സഭയ്ക്കിടയാകട്ടെ, ലോകത്തിനിടയാകട്ടെ, നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അങ്ങനെ ബലിയർപ്പിച്ച് അവനെ നോക്കി ജീവൻ പ്രാപിച്ച് രക്ഷ പ്രാപിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ അർപ്പിച്ച ബലിയുടെ യോഗ്യതയാൽ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞില്ല, ഞാൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങ് ഉയർത്തപ്പെട്ട് കഴിഞ്ഞല്ലോ കർത്താവേ. ഞങ്ങളുടെ പാപപരിഹാരത്തിനായിട്ട് അങ്ങ് ഉയർത്തപ്പെട്ട ഈ കുരിശു മരണത്തിന്റെ ശക്തി സ്വന്തമാക്കി അങ്ങയെ നോക്കി കുരിശിൽ അങ്ങ് പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കി മനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് അങ്ങയെ തന്നെ സ്വന്തമാക്കി രക്ഷ പ്രാപിക്കുവാൻ അങ്ങയുടെ മക്കൾക്കിടയാകട്ടെ. അതിനായി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, വൈദികരെ സമർപ്പിക്കുന്നു, സന്യസ്തരെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ യുവമക്കളെ കുഞ്ഞുമക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു, ക്രൈസ്തവ സഭയെ സമർപ്പിക്കുന്നു. കർത്താവെ, കുരിശു മരണത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് അങ്ങയെ നോക്കി രക്ഷ പ്രാപിക്കുവാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് മക്കളെ, നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അവനെ നോക്കിയവർ പ്രകാശിതരായി. കർത്താവിനെ നോക്ക് മക്കളെ, അവൻ ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുന്നത് അവൻ ഉയർത്തപ്പെടുമ്പോഴാണ്. സർപ്പത്തെ ഉയർത്തി, ആ സർപ്പത്തെ നോക്കി, അതുപോലെ മനുഷ്യപുത്രം ഉയർത്തപ്പെട്ടു, അവനെ നോക്കിയവർ മരിക്കാതെ രക്ഷ പ്രാപിച്ചു. ഈശോയെ, ഞങ്ങളും അങ്ങയെ നോക്കുന്നു.
അങ്ങയിലേക്ക് കണ്ണ് തിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടി കുരിശ് മരിച്ച കർത്താവെ, ഞങ്ങൾ ആരും മരിക്കാതിരിക്കാൻ വേണ്ടി, നശിക്കാതിരിക്കാൻ വേണ്ടി അങ്ങയെ തന്നെ തന്നല്ലോ. ആ വലിയ സ്നേഹത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.